ഈ 2012 ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷമാണ് CPM യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ വയലൻ്റായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ തിരിച്ചടി നേരിട്ട് തുടങ്ങിയത്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ അതുവരെ അതൊരു ഹീറോയിക് പരിവേഷമായിരുന്നു. RSSനെ സായുധമായി ചെറുത്ത് നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി എന്നാണ് അത്. ആ പാർട്ടി അതിൻ്റെ ഐഡിയോളജിയും എല്ലാം സെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ആരാണ് RSSനെ കേരളത്തിൽ ചെറുക്കുന്നത്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, നിരവധി CPM-കാർ RSSകാരാൽ കൊല്ലപ്പെടുന്നു, ഇവർ തിരിച്ചും കൊല്ലുന്നുണ്ട്. പക്ഷെ അത് അതിനെ ചെറുത്ത് നിൽക്കുന്നതാണ്. സംഘപരിവാർ ഫാഷിസത്തെ ഞങ്ങൾ ചെറുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു എന്നാണ് CPM പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ സായുധമായ ചെറുത്തുനിൽപ്പ് സംഘപരിവാറിനെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്തത്? ഇപ്പോൾ RSSൻ്റെ 10 പേരെ കൊന്നു, അവർ 10 CPM-കാരെ കൊല്ലുന്നു. ഇതുകൊണ്ട് RSS ഇല്ലാതാവുന്നുണ്ടോ, CPM ഇല്ലാതാവുന്നുണ്ടോ? രണ്ടുപേരും ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ചറിയുകയും ഈ വ്യക്തികളുടെ നഷ്ടം, അവരുടെ പ്രവർത്തകരുടെ നഷ്ടം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് അവർ ഒരു നെഗോഷിയേഷനിലേക്ക് എത്തുകയും ഇനിയും നമുക്ക് ആയുധം താഴെ വയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഈ നിഷാദ് പറഞ്ഞതുപോലെ ഇത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആയുധം താഴെ വച്ചതിന് ശേഷം 31 വർഷം മുമ്പുള്ള കേസാണ്. 31 വർഷം മുമ്പുള്ള കേസിൽ ഒരു കോടതി വിധി ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ പ്രതികൾ ജയിലിലേക്ക് മുമ്പ് വേണ്ട, അവരങ്ങ് പോട്ടെ എന്ന് കരുതി അടങ്ങിയിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം, അടുത്ത ഇലക്ഷൻ മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ വോട്ട് ചെയ്ത് ചെല്ലുമ്പോൾ ഈ പ്രതികളുടെ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ വിചാരിക്കും, അന്ന് നിങ്ങളവിടെ പോയിരുന്നെന്ന് ചോദിക്കും. നിങ്ങൾക്ക് വേണ്ടി കൊന്ന് ജയിലിൽ പോയവരെ യാത്ര അയക്കാൻ പോലും നിങ്ങൾ വന്നില്ലല്ലോ എന്ന് ചോദ്യം വരും. അതുകൊണ്ട് മാത്രമാണ് പോകുന്നത്, അല്ലാതെ ശൈലജ ടീച്ചർ ഏതെങ്കിലും തരത്തിൽ ആ അക്രമത്തെ ന്യായീകരിക്കുന്ന ആളായതുകൊണ്ടോ ഒന്നുമല്ല. പിന്നെ CPM എന്ന പാർട്ടിയുടെ ഒരു ഡയലമ എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. CPM ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെയല്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിന്നീട് CPM-ഉം CPI-യും എല്ലാം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്ത് ഒരു വളർന്നു വന്നൊരു പാർട്ടിയാണ്. അവർ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഇടപെടുന്നു, ഒട്ടും വയലൻ്റ് അല്ലാത്ത പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കുന്നു, സിവിൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരു പാർട്ടികളാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് അവരുടെ ഭരണഘടന വായിച്ചു നോക്കുക, അതൊരു കേഡർ മിലിറ്റൻ്റ് പ്രസ്ഥാനത്തിന് വേണ്ട ഭരണഘടനയാണത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്നതിനാണ്, തൊഴിലാളി വർഗ്ഗ സർവാധിപത്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു വാൻഗാർഡാണ് നമ്മുടെ പാർട്ടി എന്നാണ്. വാൻഗാർഡ് എന്ന് വെച്ചാൽ കേഡർഷിപ്പുള്ള, ഒരേ മനസ്സോടുകൂടി ഒരേ ശരീരത്തോട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതൊരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ വേണ്ട ഒരു ഭരണഘടനയാണ് അതിനുള്ളത്. അപ്പോൾ എന്തിനാണ് പാർലമെൻ്ററി ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് മിലിറ്റൻ്റ് സ്വഭാവം? അതായത് നമ്മൾ പറഞ്ഞാൽ ലെനിനിസ്റ്റ് സംഘടനകത്തുള്ള സ്റ്റാലിനിസ്റ്റ് ശൈലിയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോഴും അത്. ഇത് രണ്ടും എവിടെയായിരുന്നു ആവശ്യം? ഒരു വിപ്ലവം, ഒരു റെവല്യൂഷൻ നടക്കുന്ന റഷ്യയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ആവശ്യമായ ഒരു പാർട്ടി ഘടനയാണ് ഇവിടെ ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, പാർട്ടി ചെയ്യുന്ന എല്ലാ വയലൻസും പാർട്ടി ഒരു ഉദാത്തമായ ഐഡിയോളജിക്ക് വേണ്ടി, ഉദാത്തമായ ഒരു ആശയത്തിന് വേണ്ടി ചെയ്യുന്ന വിപ്ലവ പ്രവർത്തനമായിട്ട് പ്രവർത്തകരെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ ഒരു ഗ്രാമത്തിൽ, ഒരു പാർട്ടി ഗ്രാമത്തിൽ RSS പ്രവർത്തിക്കാൻ വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ലീഗ് പ്രവർത്തിക്കാൻ വരുന്നു. അവരെ സായുധമായോ കായികമായോ നേരിടുമ്പോൾ അതിൻ്റെ പ്രവർത്തകരെ അത് പഠിപ്പിക്കുന്ന എന്താണ്? നമ്മളൊരു വലിയ ആശയത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്, ശത്രുക്കളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുകയാണെന്നാണ്. അപ്പോൾ ഈ സാധാരണ നമ്മൾ കണ്ണൂരിന് പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുതരം ഗോത്രീയമായ അല്ലെങ്കിൽ വളരെ ലോക്കലായിട്ടുള്ള പരസ്പര പകയുടെ, കുടിപ്പകയുടെ ഒരു കഥയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക. പക്ഷെ അവരെ സംബന്ധിച്ചത് എന്താണ്? കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഉദ്ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ത്യൻ ഫാഷിസത്തെ കായികമായി നേരിടുകയാണ്. അങ്ങനെ ഒരു ഉദാത്തമായ ചിന്തയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയ വിപ്ലവ പ്രവർത്തനമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വളരെ റിഗ്രസീവായിട്ടുള്ള, അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുക. പക്ഷേ ഇത് CPM-നെ അണികൾ ക്രമേണ മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷേ അണികൾ മനസ്സിലാക്കി വരുമ്പോഴും, അണികൾ ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെടുമ്പോഴും ഈ പാർട്ടിയുടെ ഘടന എങ്ങനെയാണ്? പാർട്ടിയുടെ ഘടന എന്താണ്? അതിനൊരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനായി നിലനിർത്തുകയാണ്. അത് നമ്മൾ ഇപ്പോൾ ആയുധം താഴെ വെച്ചെങ്കിലും പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരൊരു ശത്രുവിനെ നിശ്ചയിക്കുന്നു, അവന് ചാപ്പി അടിക്കുന്നു, ഏറ്റവും പേഴ്സണലായി പോലും അവർ അറ്റാക്ക് ചെയ്യുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അയാളുടെ സാമൂഹ്യമായി ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വെട്ടുവിളിക്കൂട്ടം എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അതിൻ്റെ മറ്റൊരു രൂപമാണ്. ഒന്ന് ആയുധം എടുത്ത് കൊല്ലുന്നെങ്കിൽ മറ്റൊന്ന് സോഷ്യലി ഗിലറ്റിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാറി വരും. കാരണം വെച്ചാൽ ഒരു ജനാധിപത്യ പാർട്ടിക്ക് പുതിയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ മിലിറ്റൻ്റായിട്ട് നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അങ്ങനെ മിലിറ്റൻ്റായിട്ട് നിന്നാൽ, അത്ര റിജിഡായിട്ട് മിലിറ്റൻ്റായിട്ട് ഒന്നും ഈ പാർട്ടി തകർന്നു പോകും. അല്ലെങ്കിൽ ആ പാർട്ടി നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ കൂടി ഫ്ലൂയിഡായിട്ടുള്ള, ഞാൻ പറയുന്നത് കോൺഗ്രസ് മാതിരി ഒരു മാസ് പാർട്ടിയായി മാറുന്നല്ല പറയുക, കുറേ കൂടി ഫ്ലൂയിഡായിട്ടുള്ള ഒരു ഘടന അതിന് വരേണ്ടിയിരിക്കുന്നു. ആ ഘടന വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.